ഈ ഇലയിലിരിക്കുന്ന ബ്രൗൺ ആൻഡ് സൺസെറ്റ് ഓറഞ്ചിലുള്ള ഈ പുഴുക്കളെ കണ്ടില്ലേ? ഇതിൻ്റെ ദേഹം നിറച്ച് മുള്ളുകളാണ്. അതുപോലെ തന്നെ ഇതിനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാക്ഷസന്മാരെമാരിയാണ് ഇരിക്കുന്നത്. ഇപ്പം ഇതിനെ കാണാനായിട്ട് ഒട്ടും ഭംഗിയില്ലെങ്കിലും പിന്നീട് ഇവർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചിത്രശലഭങ്ങളായി മാറും. അക്രിയ ടെർപ്സിക്കോർ എന്ന സയൻറ്റിഫിക് നെയിമുള്ള ടൗണി കോസ്റ്റർ ബട്ടർഫ്ലൈയുടെ കാറ്റർപില്ലേഴ്സ് ആണ്. നിംഫാലിഡേ ഫാമിലിയിലെ ഒരുപാട് എക്കോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ള ബട്ടർഫ്ലൈസ് ആണ് ടൗണി കോസ്റ്റർ ബട്ടർഫ്ലൈസ്. 1758 കാൾസ് ലിനേസ് എന്ന സ്വീഡിഷ് ബയോളജിസ്റ്റ് ആണ് ഈ പേര് അക്രിയ ടെർപ്സിക്കോർ എന്ന പേര് നൽകിയത്. ഇതിൻ്റെ ലൈഫ് സൈക്കിൾ 4 സ്റ്റേജസ് ആയിട്ടാണ്. ഈ കാണുന്നത് രണ്ടാമത്തെ സ്റ്റേജാണ്. ആദ്യത്തെ സ്റ്റേജ് എഗ്ഗ്, രണ്ടാമത്തെ സ്റ്റേജ് ലാർവ അതായത് കാറ്റർപില്ലർ, ഈ കാണുന്ന പുഴുക്കൾ, പിന്നത്തെ സ്റ്റേജ് പ്യൂപ്പ, പിന്നെ ബട്ടർഫ്ലൈ. അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ ഇവർ ഹോസ് പ്ലാന്റിൻ്റെ അതായത് ചെടിയുടെ ഇലയുടെ അടിയിലായിട്ടാണ് മുട്ടകൾ ഇടുന്നത്. 30 തൊട്ട് 100 മുട്ടകൾ വരെ ഉണ്ടാവും. ഇത് ഒരു പെയിൽ യെല്ലോ കളറിലായിരിക്കും ഈ മുട്ടകൾ ഇരിക്കുന്നത്. പിന്നത്തെ സ്റ്റേജാണ് ഈ കാണുന്നത് ലാർവ അല്ലെങ്കിൽ കാറ്റർപില്ലർ. ഇതൊരു 3 സെൻറ്റിമീറ്റർ വരെ ലെങ്ത് വയ്ക്കുന്ന പുഴുക്കളാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ദേഹത്തുള്ള ഈ മുള്ളുകളിൽ ടോക്സിൻസ് ഉണ്ടാവും. ഈ ടോക്സിൻസ് എടുക്കുന്നത് ഇതിൻ്റെ ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന് തന്നെയാണ്. ഈ ടോക്സിൻസ് ഉള്ള മുള്ളുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇതിന് പ്രെഡേറ്റേഴ്സ് ഒരുപാട് കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത് ത്രെറ്റൻഡ് ആയിട്ടില്ല. പക്ഷേ ഇത് ചില രാജ്യങ്ങളിൽ ഒരു പെസ്റ്റായിട്ട് തന്നെ ഇത് കണക്കാക്കപ്പെടുന്നു. അപ്പോൾ ഇതിൻ്റെ ഇക്കോളജിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോളിനേഷനാണ്. ഇവ പോളിനേഷൻ വഴി എക്കോസിസ്റ്റത്തിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. പിന്നത്തെ സ്റ്റേജ് ബ്ലാക്കും ഓറഞ്ചും മാർക്കിംഗ് ഉള്ള ക്രീം കളേർഡ് പ്യൂപ്പയാണ്. അത് കഴിഞ്ഞ് ഈ കാണുന്ന ബട്ടർഫ്ലൈ ആയിട്ട് മാറുന്നു. പിന്നെ ഈ എൻറ്റയർ ലൈഫ് സൈക്കിൾ വെറും 30 ദിവസം മാത്രമേ ഉള്ളൂ. ഇവ കാറ്റർപില്ലേഴ്സ് ആയിരിക്കുമ്പോൾ പ്ലാന്റിൻ്റെ അതായത് ഹോസ്റ്റ് പ്ലാന്റിൻ്റെ ഇലകൾ തന്നെയാണ് കഴിക്കണമെങ്കിൽ ഇത് ബട്ടർഫ്ലൈസ് ആയി കഴിയുമ്പോഴേക്കും ആ പ്ലാന്റിൽ തന്നെ പൂവിൻ്റെ തേനാണ് കഴിക്കുന്നത്. ഇതിൻ്റെ നേറ്റീവ് ഇന്ത്യയും ശ്രീലങ്കയുമാണ്. അതുപോലെ തന്നെ ഇന്ത്യയും ശ്രീലങ്കയിലുള്ള ഗ്രാസ് ലാൻഡ്സ്, സ്ക്രബ് ലാൻഡ്സ്, പിന്നെ ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് അതായത് ആ ഹോസ്റ്റ് പ്ലാന്റ്സ് ഒരുപാടുള്ള സ്പേസസിലൊക്കെയാണ് ഇവ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ പ്രൈമറി ടൗണി ഓറഞ്ച് കളറാണ്. അപ്പോൾ ടൗണി ഓറഞ്ച് കളർ ഉള്ളത് കൊണ്ടായിരിക്കും അതിൻ്റെ പേര് ടൗണി കോസ്റ്റർ ബട്ടർഫ്ലൈ എന്ന് ഒരു പേര് കിട്ടിയത്. അതുപോലെ തന്നെ ഈ ഓറഞ്ച് കളറിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്പോട്ട് ഡിസൈൻസ് ഒക്കെ ആയിട്ടാണ് ഈ ബട്ടർഫ്ലൈ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നല്ല ഭംഗിയാണ് ഈ ബട്ടർഫ്ലൈസിനെ കാണാൻ. അപ്പോൾ ഈ ഒട്ടും ഭംഗിയില്ലാത്ത പുഴുക്കളെ നിങ്ങളുടെ ഗാർഡൻസിലോ വല്ലതും കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക, പിന്നീട് അത് വളരെ ഭംഗിയുള്ള ബട്ടർഫ്ലൈസ് ആയിട്ട് മാറും എന്ന്. പിന്നെ നിങ്ങൾ അതിനെ തൊടാതിരിക്കുക, കാരണം തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലുള്ള മുള്ളുകളിൽ ടോക്സിൻസ് ഉണ്ട്, അത് അലർജിക് ആയിരിക്കും. അതുപോലെ തന്നെ ഈ ബട്ടർഫ്ലൈസ് ഇക്കോളജിക്കൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ ഈ ബട്ടർഫ്ലൈ ഗാർഡനൊക്കെ ഉണ്ടാക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഇത് ടേർണിയ അൾമിഫോളിയ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്. കോമൺ നെയിം ആണെങ്കിൽ യെല്ലോ ആൽഡർ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.